നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പണിതുകൊണ്ടിരിക്കുന്ന ഒരു സൈറ്റാണിത്. പത്തനംതിട്ട ജില്ലയിലെ പടുതോടാണ് ഈ സൈറ്റ്. 3 ബെഡ്റൂമോട് കൂടിയ ഒരു വീടാണ്. ഇതിൻ്റെ സ്ട്രക്ചർ വർക്ക് വരെയുള്ള പണികൾ ഫുള്ള് കംപ്ലീറ്റ് ആയി. ഇതിൻ്റെ പുട്ടി, പ്രൈമർ വർക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് ഇപ്പോൾ ഈ സ്ട്രക്ചർ വരെയുള്ള വർക്കുകളിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇവിടെ വന്ന കുറച്ച് ഡീറ്റെയിലിങ്ങും കാര്യങ്ങളും ഒക്കെയാണ്. പ്രധാനമായിട്ട് നമ്മുടെ ലേബേഴ്സിൻ്റെ പ്രശ്നങ്ങൾ, ഇനി അതല്ല മെറ്റീരിയൽ സെലക്ഷൻ, അതുകൂടാതെ നമ്മുടെ ഇതിൻ്റെ ഒരു എലിവേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കോസ്റ്റുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ലേബർ കോൺട്രാക്റ്റ് ആയിട്ട് നമ്മൾ വർക്ക് കൊടുത്തിട്ട് അങ്ങനെ ചെയ്യുന്ന രീതിയാണ്. നമ്മൾ പല സൈറ്റിലും അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കുറച്ച് ലേബേഴ്സിൻ്റെ ഒരു പ്രശ്നങ്ങൾ, ഇലക്ഷൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ ആൾക്കാരൊക്കെ പുറത്തേക്ക് പോയി. ഇപ്പോൾ ആൾക്കാരുടെ ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ പല സൈറ്റിലും നടക്കുന്നുണ്ട്, കൺസ്ട്രക്ഷൻ മേഖലയിൽ നടക്കുന്നുണ്ട്. എല്ലാ കൺസ്ട്രക്ഷൻ സൈറ്റിലും സംഭവിക്കുന്ന പോലെ തന്നെ ലേബേഴ്സുമായിട്ടുള്ളൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ അവരുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ പ്രശ്നം, അപ്പോൾ അങ്ങനെയുള്ള പല രീതിയിലുള്ള പ്രശ്നങ്ങളും ഈ സൈറ്റിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് കുറച്ച് ഡിലേ വന്നിട്ടുണ്ട്. നമ്മളൊരു വീട് വെക്കാൻ പോകുന്നവർക്കൊക്കെ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചായിരിക്കണം നമ്മൾ വീട് പണി തുടങ്ങാനായിട്ട്. ഒരു ലേബേഴ്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ അവർ നല്ല രീതിയിൽ ക്വാളിറ്റിയുള്ള, നല്ല രീതിയിൽ വർക്കുകൾ ചെയ്യുന്ന, പറഞ്ഞ സമയത്ത് വർക്കുകൾ തീർത്ത് തരുന്ന, അങ്ങനെയുള്ള ഒരു ടീം വർക്കായിട്ടാണെങ്കിൽ നമുക്ക് ആ വർക്കുകൾ വലിയ ലാഗ് ഇല്ലാതെ അല്ലെങ്കിൽ ക്വാളിറ്റി പോകാത്ത രീതിയിലൊക്കെ നമുക്കത് തീർക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെയാണ് ഇവിടെ എടുത്തു പറയത്തക്ക ഒരു കാര്യമാണ് ഇതിൻ്റെ ഒരു എലിവേഷൻ. നമ്മളൊരു 3D പ്ലാൻ വരച്ചതിന് ശേഷമാണ് ഈ വീടിൻ്റെ എലിവേഷൻ ഡിസൈൻ ചെയ്യുന്നത്. പലരും അതിൻ്റെ 2D പ്ലാൻ മാത്രം ചെയ്തിട്ട് വീട് പണി തുടങ്ങും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പല രീതിയിലുള്ള ഇഷ്യൂസ് നമ്മൾ തുടങ്ങി വരുമ്പോൾ ആ വീട് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലാവില്ല, അല്ലെങ്കിൽ അതിനകത്ത് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരും. അത് കോസ്റ്റിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളുമുണ്ട്. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഈ വീട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിൻ്റെ താഴെ ഒരു കണ്ടംപററി സ്റ്റൈലാണെങ്കിലും ഇതിൻ്റെ താഴത്തെ ഷെയ്ഡുകളെല്ലാം സ്ലോപ്പായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്ലോപ്പായിട്ട് ചെയ്തിട്ട് അതിൽ ഓട് പതിപ്പിക്കാനായിട്ടാണ്. അപ്പോൾ അതൊരു അവരുടെ ഓണർ അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റിൻ്റെ ആവശ്യപ്രകാരമാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. ഒരു ഫ്ലാറ്റ് റൂഫിന് പകരം സ്ലോപ്പായിട്ടാണ് അവിടെ റൂഫ് ചെയ്തിരിക്കുന്നത്, ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് രണ്ട് രീതിയിൽ നമുക്കത് അഫക്റ്റ് ചെയ്യും. ഒന്ന്, നമ്മുടെ എലിവേഷൻ ആ രീതിയിലായിരിക്കും അത് ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അതുകൂടാതെ നമുക്ക് കോസ്റ്റും അഫക്റ്റ് ചെയ്യും. കാരണം നമുക്കൊരു ഫ്ലാറ്റായിട്ട് ചെയ്യുന്ന ഒരു ഷെയ്ഡിൽ വരുന്ന കോസ്റ്റ് ആയിരിക്കത്തില്ല സ്ലോപ്പായിട്ടുള്ള ഷെയ്ഡിൽ. ഇപ്പം സ്ലോപ്പ് ആണെങ്കിൽ നമുക്കത് ചെയ്യണമെങ്കിൽ അതിൻ്റെ ലേബർ കോസ്റ്റ് കൂടുതലായിരിക്കും. ചരിച്ച് വാർത്ത് അതിൽ വരുന്ന വർക്കുകൾ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഫ്ലാറ്റായിട്ട് ചെയ്യുന്ന ഒരു വർക്ക് പോലെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ കുറച്ച് ലേബർ നഷ്ടം വരും. ഇനി അതുകൂടാതെ നമ്മൾ ഇതിനകത്ത് ഓട് പതിപ്പിക്കണം. ഇനി ഫ്ലാറ്റായിട്ട് തേക്കുവാണെങ്കിൽ നമുക്കത് പ്ലാസ്റ്റർ ചെയ്ത് പെയിന്റ് ചെയ്ത് ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഫ്ലാറ്റായിട്ട് സ്ലോപ്പായിട്ട് ചെയ്തു, പ്ലാസ്റ്റർ ചെയ്തു. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് ഓടിൻ്റെ ഒരു വർക്കും കൂടെ വരും. പിന്നെ അതിന് ഇപ്പോൾ സെറാമിക് ഓടാണെങ്കിൽ കുഴപ്പമില്ല. ഇനിയും അല്ലാതുള്ള നോർമൽ ഓടൊക്കെ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ മുകളിൽ വീണ്ടും പെയിൻറ്റിങ് വരും. അങ്ങനെയൊക്കെയുള്ള, പിന്നെ അതുമല്ലാതെ കുറച്ച് മെയിൻ്റെനൻസ് എക്സ്ട്രാ ആയിട്ട് നമുക്ക് വരും. ഒരു പീരിയോഡിക്കലി അതിനകത്ത് വരുന്ന ക്ലീനിങ്, പായൽ പിടിക്കും, അല്ലെങ്കിൽ അതിനകത്ത് ലീക്കേജ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഓടിന് വരാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ അവരുടെ ഒരു ആവശ്യപ്രകാരമാണ് അങ്ങനെ സ്ലോപ്പായിട്ടുള്ള റൂഫ് വേണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. അത് ഒരു കോസ്റ്റ് അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ വന്നത്, നമുക്ക് ഇതിന്റെ മേളിൽ കണ്ടാൽ അറിയാം, ഒരു ബോക്സ് പാരപ്പറ്റിൽ ഏറ്റവും ടോപ്പിൽ ഒരു ബോക്സ് എലിവേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ ചെയ്തിരിക്കുന്ന ഫ്ലാറ്റ് ആയിട്ടുള്ള റൂഫ് വാർത്തത് ശേഷം പാരപ്പറ്റ് കെട്ടി, ഇനി പാരപ്പറ്റിന്റെ മേളിൽ വീണ്ടും ഒരു സ്ലാബ് ചെയ്താണ് ആ ഒരു പ്രൊജക്ഷൻ ചെയ്തിരിക്കുന്നത്. അതും നമുക്ക് ഒരു എക്സ്ട്രാ കോസ്റ്റ്, ഇപ്പോൾ എലിവേഷനകത്ത് വരുന്ന ഒരു എക്സ്ട്രാ കോസ്റ്റ് ആയിട്ട് വരും. നോർമലി ഒരു പാരപ്പറ്റ് കെട്ടുന്നതും ആദ്യം ഒരു പാരപ്പറ്റ് കെട്ടി അതിന്റെ മേളിൽ വീണ്ടും ഒരു സ്ലാബ് കോൺക്രീറ്റ് ചെയ്യുന്നതും അതിന്റെ കോസ്റ്റിൽ വ്യത്യാസമുണ്ട്. പിന്നെ അതുകൂടാതെ അതിന്റെ സൈഡിലെല്ലാം നമുക്ക് ഓരോ ഗ്രൂ ഡിസൈൻ ചെയ്യേണ്ടതായിട്ട് വന്നു. അതും എലിവേഷനുള്ള, ഇപ്പോൾ നിങ്ങൾ 3D കാണുന്ന പോലെ തന്നെ ആ എലിവേഷൻ വരുന്ന രീതിയിലാണ് ആ ഒരു പ്ലാസ്റ്ററിങ്ങിൽ തന്നെ ആ ഗ്രൂ കട്ടിങ് കൊടുത്തിട്ട് അതിൻ്റെ ഒരു ഏകദേശം ഒരു 80% ഏരിയയും അങ്ങനെ ആ ഗ്രൂ കട്ടിങ് കൊടുത്തിട്ടാണ് അതിൻ്റെ ഫുള്ള് എലിവേഷൻ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ വിൻഡോയുടെ ഒരു ബോക്സ് എലിവേഷൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ താഴെ ഒരു സ്ലാബ് കോൺക്രീറ്റ് ചെയ്തു, പിന്നെ അത് കഴിഞ്ഞ് ബ്രിക്ക് വർക്ക് ചെയ്ത് അതിൻ്റെ മുകളിൽ വിൻഡോ വെച്ചു, പിന്നെ അതുപോലെ സൈഡിൽ ബ്രിക്ക് വർക്ക് ചെയ്ത് അതിൻ്റെ ടോപ്പിൽ വീണ്ടും ഷെയ്ഡ് ചെയ്തു. അതിങ്ങനെ രണ്ട് സൈഡിലേക്ക് ഒരു എൽ ഷേപ്പിലാണ് ആ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. അതൊരു എലിവേഷൻ്റെ ഭംഗി എന്നതിനപ്പുറം വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിലും അത് നമ്മൾ കോസ്റ്റിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ നമ്മളൊരു വീട് വെക്കാൻ പോകുമ്പോൾ നമ്മളൊരു 2D ആദ്യം വരച്ചതിന് ശേഷം അതിൻ്റെ ഒരു 3D എലിവേഷൻ ചെയ്യുന്നത് ഏറ്റവും ബെറ്ററാണ്. ഇതേപോലെയുള്ള കാര്യങ്ങൾ എങ്ങനെ വരുന്നു, ഏതൊക്കെ രീതിയിൽ ആ എലിവേഷൻ ഭംഗിയാക്കാം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ആ 3D ചെയ്താലേ മനസ്സിലാവുള്ളൂ. നമ്മൾ ഇതേപോലെയുള്ള 3D വർക്കുകൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ബിൽഡിങ്ങിൻ്റെ തുടക്കം തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പം കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം ഡിസ്ട്രിക്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ എല്ലാം നമ്മൾ ആദ്യം നമ്മളൊരു സൈറ്റ് പോയി കാണുന്നു, ആ സൈറ്റിൽ അവരുടെ റിക്വയർമെൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കുന്നു, എത്ര സ്ക്വയർ ഫീറ്റ് വീടാണ്, എത്ര ബഡ്ജറ്റിലാണ് അവരുടെ ആവശ്യം വരുന്നത്, അതിനനുസരിച്ച് ആ പ്ലോട്ടിൻ്റെ മെഷർമെൻറ്റ് അനുസരിച്ച് നമ്മൾ ആദ്യം ഒരു 2D പ്ലാൻ വരയ്ക്കും. എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. 2D വരച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള ചേഞ്ചസുകളോ കാര്യങ്ങളോ അവരുടെ സജഷനും കൂടെ മനസ്സിലാക്കിയിട്ട് അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള വേരിയേഷൻ വരുത്തണമെങ്കിൽ, ആ ഒരു ചേഞ്ചസ് വരുത്തണമെങ്കിൽ ആ ചേഞ്ചസ് വരുത്തി ആ 2D ഡ്രോയിങ് ഫൈനലാക്കുന്നു. അതിനുശേഷം അതിൻ്റെ ഒരു 3D ഡ്രോയിങ് ചെയ്യുന്നു. 3D എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്റ്റീരിയർ 3D, അതിൻ്റെ ഫ്രണ്ടിൽ നിന്നും രണ്ട് സൈഡിൽ നിന്നുമുള്ള 3D ഡ്രോയിങ് ചെയ്യുന്നു. അത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആ വീടിൻ്റെ മൊത്തത്തിലുള്ള ഒരു പിക്ചർ നമുക്ക് മനസ്സിലാവും, ആ വീട് എങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ ഒറ്റ നില ചെയ്യുന്നതും രണ്ട് നില ചെയ്യുന്നതും
അതേപോലെ ഒരു 3 ബെഡ്റൂമുള്ള വീട് ചെയ്യുന്നതും 4 ബെഡ് എല്ലാം വ്യത്യാസമാണ്. അതിനനുസരിച്ച് ആ ഡ്രോയിങ് ആ 3D ചെയ്ത് എന്നാലേ നമുക്കത് ബഡ്ജറ്റിൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇതേപോലെയുള്ള വർക്കുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബഡ്ജറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. നോർമലായിട്ടുള്ള ഒരു ഡിസൈൻ ആണെങ്കിൽ അത്രയും ബഡ്ജറ്റ് നമുക്ക് എക്സ്ട്രാ ആയിട്ട് വരില്ല. അപ്പോൾ ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മൾ ആ 3D ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ബഡ്ജറ്റ് എന്തുമാത്രം വരുമെന്നുള്ളത് മനസ്സിലാക്കാം. ഇപ്പം നമ്മൾ ചെയ്യുന്ന വീടുകളെല്ലാം അങ്ങനെ ആ ഒരു 3D ഡ്രോയിങ് ചെയ്യുന്നു. പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ പെർമിറ്റ് എടുക്കണം. പഞ്ചായത്തിൽ നിന്നോ മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള പെർമിറ്റ് എടുക്കുന്നു. അതിനുശേഷം അതിൻ്റെ ഒരു എസ്റ്റിമേഷൻ എടുത്ത് അതിൻ്റെ ഒരു കൊട്ടേഷൻ കൊടുത്ത് ആ വർക്ക് അവർക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ക്ലയൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ നോക്കി ആ എഗ്രിമെൻറ്റിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം, എന്തൊക്കെ ഉൾപ്പെടുത്തണ്ട, അതിനകത്ത് മെറ്റീരിയൽ സെലക്ഷൻ, എന്തെല്ലാം മെറ്റീരിയൽ ഇപ്പം ഡോർസ് വിൻഡോസ് ഏതാണ്, അതിനനുസരിച്ച് സ്റ്റീലാണോ അല്ലെങ്കിൽ വുഡാണോ WPC ആണോ എന്താണോ അതിനനുസരിച്ച് ആ മെറ്റീരിയൽ സെലക്ഷൻ അതെല്ലാം മനസ്സിലാക്കി ഒരു എഗ്രിമെൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന രീതി പല സൈറ്റിലും നമ്മൾ ലേബറായിട്ടുള്ള വർക്കുകൾ നമ്മൾ സബ് കോൺട്രാക്ടറായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു പ്ലാസ്റ്ററിങ് വരെയുള്ളത് വർക്കുകൾ. എങ്കിലും നമ്മുടെ ഒരു സൂപ്പർവിഷൻ ഉണ്ടാവും, നമ്മുടെ ഒരു സൂപ്പർവൈസർ ഇവിടെ കാണും. നമ്മൾ പീരിയോഡിക്കലി വന്നിട്ട് നമ്മുടേതായിട്ടുള്ള ഒരു ചെക്കിംഗ് ഉണ്ടാവും. ആ രീതിയിൽ നമ്മുടെ ഒരു ഫുൾ റെസ്പോൺസിബിലിറ്റി തന്നെയാണ് ആ വർക്ക് നമ്മൾ ഫിനിഷ് ചെയ്യുന്നത്. ഹനൂക്ക ഹോം കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് നമ്മുടെ കമ്പനിയുടെ പേര്. ആ ഒരു കമ്പനിയുടെ ഉത്തരവാദിത്തത്തിൽ തന്നെയാണ് ആ വർക്കുകൾ നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ ലേബർ സബ് കൊടുത്താലും നമ്മുടേതായിട്ടുള്ള വർക്കുകൾ, നമ്മുടെ ചെക്കിങ്ങും കാര്യങ്ങളും, നമ്മൾ ആ ഒരു മെറ്റീരിയൽ സെലക്ഷൻ ഇപ്പോൾ ക്ലയൻറ്റ് പറഞ്ഞിട്ടുള്ള എഗ്രിമെൻറ്റ് പ്രകാരമുള്ള കാര്യങ്ങളാണോ ചെയ്യുന്നത്, ആ ഒരു മെറ്റീരിയൽ തന്നെയാണോ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എല്ലാം നമ്മൾ ഡയറക്റ്റാണ്. അല്ലാതെ നമ്മുടെ പണിക്കാരുമായിട്ടോ സൂപ്പർവൈസർ ഉണ്ടാകും, നമ്മുടെ ഡയറക്റ്റ് സൂപ്പർവൈസർ ആണെങ്കിലും നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് ആ വർക്കുകളെല്ലാം നമ്മൾ ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സ്ട്രക്ചർ വരെയുള്ള പണികൾ ഫിനിഷിങ് ഏകദേശം കംപ്ലീറ്റ് ആയി. ഇനിയും പെയിൻറ്റിങ് നടക്കുകയാണ്. ഇനിയിപ്പോൾ ഡോർസ് ആൻഡ് വിൻഡോസ് ഫിക്സ് ചെയ്യണം, അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് കഴിഞ്ഞ് ടൈലിങ്, പെയിൻറ്റിങ്, പ്ലംബിങ്, ഇലക്ട്രിക്കൽ അങ്ങനെയുള്ള വർക്കുകളെല്ലാം ചെയ്ത് നമ്മൾ ആ സൈറ്റ് നമ്മൾ ഹാൻഡ് ഓവർ ഇതുവരെ നമ്മൾ ഒരുപാട് സൈറ്റുകൾ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇപ്പോൾ 2025 നമ്മൾ കംപ്ലീറ്റ് ചെയ്ത വീടുകളുടെ ഒരു വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഉത്തരവാദിത്തത്തോടെ തന്നെയാണ് നമ്മൾ ആ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്ത് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ആ വീടിൻ്റെ എഗ്രിമെൻറ്റ് വെക്കുന്നത് ഹനൂക്ക ഹോം കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ നമ്മുടെ കമ്പനിയുടെ പേരിൽ തന്നെയാണ്. അല്ലാതെ എൻ്റെ പേഴ്സണലായിട്ടുള്ള പേരിലോ അല്ലെങ്കിൽ നമ്മുടെ ലേബേഴ്സിൻ്റെ പേരിലോ അല്ലെങ്കിൽ നമ്മൾ ലേബർ സബ് കൊടുക്കുന്ന ആളുടെ പേരിലോ ഒന്നുമല്ല. അപ്പോൾ നമുക്കതിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. നമ്മളെ ഡയറക്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അവരുടെ ഉത്തരവാദിത്തമുണ്ട്. ആ രീതിയിലാണ് ആ വർക്ക് നമ്മൾ ഫിനിഷ് ചെയ്ത് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും പറയാൻ കാര്യം എന്ന് പറഞ്ഞത് നമ്മൾ ഈ ഒരു സൈറ്റിൽ കുറേ ഇഷ്യൂസ് വന്നു. അത് വീഡിയോയിൽ പറയുന്നില്ലെന്നേ ഉള്ളൂ. കുറച്ച് ലേബേഴ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറേ ഇഷ്യൂസ് വന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ വീഡിയോസിൽ ഈ കാര്യങ്ങൾ മെൻഷൻ ചെയ്തത്. ഇനി നമ്മൾ ഈ സൈറ്റിനെ പറ്റി കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ 3 ബെഡ്റൂം ഉള്ള ഒരു വീടാന്ന് പറഞ്ഞു. താഴെ 2 ബെഡ്റൂം, മുകളിൽ 1 ബെഡ്റൂം. എല്ലാ ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട്. ലിവിങ്, ഡൈനിങ്, കിച്ചൺ, വർക്ക് ഏരിയ, സിറ്റ് ഔട്ട് എന്നീ കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഡോർസ് വിൻഡോസ് എല്ലാം വുഡാണ്. മെയിൻ ഡോർ തേക്ക്, ബാക്കിയെല്ലാം ആഞ്ഞിലിയും പ്ലാവിലുമാണ് ചെയ്യുന്നത്. ഫ്രെയിംസ് എല്ലാം ആഞ്ഞിലിയും, ബാക്കി ഷട്ടറുകളെല്ലാം പ്ലാവുമാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ ബ്രിക്ക് ചെയ്തിരിക്കുന്നത് മഡ് ബ്രിക്കിലാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ 1-2 സൈറ്റിൽ മഡ് ബ്രിക്കിൽ ചെയ്തു. ഇവിടെ നമ്മൾ ആ ക്ലയൻറ്റിൻ്റെ ആവശ്യപ്രകാരം നമ്മൾ മഡ് ബ്രിക്കിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആ മഡ് ബ്രിക്കിനെ പറ്റി നമ്മൾ മുൻപ് വീഡിയോസ് ചെയ്തിരുന്നു. അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു 3 സൈറ്റ് ഇതിന് മുമ്പ് മഡ് ബ്രിക്കിൽ ചെയ്തു. ഇവിടെ ചെയ്തിരിക്കുന്നതും മഡ് ബ്രിക്ക് തന്നെയാണ് ഇതിൻ്റെ വർക്കുകൾ മൊത്തത്തിൽ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. പിന്നെ സാനിറ്ററി ഐറ്റംസ്, ഇലക്ട്രിക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വെച്ചിരിക്കുന്നത്. അതെല്ലാം നമ്മൾ എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ അപ്സ്റ്റെയറിലുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. ഇവിടെ നമുക്ക് 3 ടെറസാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ടിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഇവിടെ ഫ്രണ്ട് എലിവേഷനിൽ വരുന്ന രീതിയിൽ ഇവിടെ ഒരു ടെറസ് ഉണ്ട്. ഇത് നമ്മളെ ഫ്രണ്ടിലെ സിറ്റ് ഔട്ടും ലിവിംഗ് റൂമും കൂടെ ചേർന്ന് വരുന്നതിൻ്റെ ഒരു ഏരിയ ആയിട്ടാണ് ഈ ടെറസ് ഏരിയ വന്നിരിക്കുന്നത്. ആദ്യം താഴെ വെച്ച് പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്മൾ എലിവേഷൻ്റെ ഭംഗിക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന ഗ്രൂ കട്ടിങ് കാര്യങ്ങളെല്ലാം ഇവിടെയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ടെറസ് ഏരിയയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്ലാബ് അടിച്ച് നമ്മൾ ക്യാൻഡിലിവറായിട്ട് സ്ലാബ് അടിച്ചിട്ട് അതിൻ്റെ താഴെയാണ് ഗ്രൂ കട്ടിങ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ടെറസ് വരുന്നത് ഈ കിച്ചണും വർക്ക് ഏരിയയും കൂടെ താഴെ വരുന്ന ഭാഗമാണ്. ഇത് ഇച്ചിരി അല്പം വലിപ്പമുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ ടെറസ് ഏരിയ വരുന്നത്. ഇവിടെയും GI പൈപ്പ് കൊണ്ട് ഇവിടെ ഒരു പാരപ്പറ്റിൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഗ്രൂ കട്ടിങ് കാര്യങ്ങളെല്ലാം ഈ പാരപ്പറ്റിലും കൊടുത്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ടെറസായിട്ട് വരുന്നത് ഈ ഒരു റൈറ്റ് സൈഡിലായിട്ട് വരുന്ന ഭാഗമാണ്. ഇത് നമ്മൾ താഴത്തെ ബെഡ്റൂമും ഒരു ടോയ്ലറ്റും കൂടെ വരുന്ന ഭാഗമാണ്. ഇവിടെയും കുറച്ച് ഏരിയ ടെറസായിട്ട് അത്യാവശ്യം സ്പേസ് ഇവിടെ ഉപയോഗിക്കാവുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇത്രയും ഭാഗങ്ങൾ കഴിഞ്ഞ് നമ്മൾ താഴത്തെ ഫ്രണ്ടിലെ ബെഡ്റൂം മാത്രമാണ്, നമ്മൾ ഫ്രണ്ട് ഏരിയ വരുന്ന ബെഡ്റൂം മാത്രമാണ് ഇവിടെ ഒരു ബെഡ്റൂമായിട്ട് എടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ഇവിടെ ഒരു ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു ബെഡ്റൂമിൽ റൂമിന്റെ സെയിം ഏരിയ വരുന്ന രീതിയിലാണ് ഈ ബെഡ്റൂം ചെയ്തത്. ഇവിടെ ഒരു 2 പാളി ഓരോ സിംഗിൾ പാളി വിൻഡോസും ഇവിടെ ഒരു 3 പാളി വിൻഡോസും വരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ആ ബോക്സ് ടൈപ്പ് എലിവേഷന്റെ സ്ലാബ് വരുന്നത്. ഇവിടെയാണ് താഴെ നമ്മൾ പറഞ്ഞ ആ എലിവേഷനിൽ വരുന്ന ബോക്സ് ടൈപ്പ് എലിവേഷന്റെ സ്ലാബ് ഇങ്ങനെ L ഷേപ്പിൽ ഇവിടെ ഇങ്ങനെ ഈ ബെഡ്റൂമിനാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്, നമ്മളൊരു വീട് വെക്കാനായിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു വീട് ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പൊതുവേ കുറച്ച് കാര്യങ്ങൾ. ഒന്നാമത് നമ്മൾ അതിൻ്റെ ഒരു 3D എലിവേഷൻ, നമ്മൾ ആ വീട് എങ്ങനെ വരുന്നു അതിനനുസരിച്ച് നമുക്ക് ബഡ്ജറ്റ് തീരുമാനിക്കാനായിട്ട് പറ്റും. അപ്പോൾ എലിവേഷനിൽ വരുന്ന കോസ്റ്റ് ഒരു വലിയ ഒരു ഭാഗം തന്നെയാണ്. പലരും ആ മെറ്റീരിയലിൻ്റെ കാര്യം അല്ലെങ്കിൽ സ്ക്വയർ ഫീറ്റിൻ്റെ ഏരിയ അനുസരിച്ചൊക്കെ നമ്മൾ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമെങ്കിലും
എലിവേഷനിൽ വരുന്ന വർക്കുകൾ നമ്മൾ പലപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യാറില്ല. എലിവേഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറേ എക്സ്ട്രാ അഡീഷണൽ കോസ്റ്റുകൾ വരും. അതേപോലെ ലേബേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് അഡീഷണൽ ആയിട്ടുള്ള കുറേ കോസ്റ്റുകൾ വരാം. അവർ നല്ല പണിക്കാരല്ല, അല്ലെങ്കിൽ നല്ല രീതിയിൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കുറേ പ്രശ്നങ്ങൾ വരാം. അതുപോലെ തന്നെ മെറ്റീരിയൽ സെലക്ഷൻ. ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു ഡോർസ് ആൻഡ് വിൻഡോസ്, ബ്രിക്ക്, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഐറ്റംസ്, പെയിന്റിങ്, പ്ലംബിങ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത് എന്ന് അറിഞ്ഞായിരിക്കണം നമ്മൾ ആ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു എഗ്രിമെന്റിൽ ആ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തായിരിക്കണം ആ വർക്ക് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ കോൺട്രാക്ട് കൊടുത്താലും ഇനി അതെല്ലാം നമ്മൾ ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ. ഇപ്പോൾ ഒരു വീട് നിർമ്മാണത്തിന് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഞങ്ങൾ തുടക്കം തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും അവസാനം വരെയുള്ള സർവീസ് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളാണ് അതിൻ്റെ പൂർണ്ണ റെസ്പോൺസിബിലിറ്റി, നമ്മളാണ് ആ വർക്ക് പൂർണ്ണമായിട്ട് ചെയ്യുന്നത്. അല്ലാതെ മറ്റുള്ള ആൾക്കാരോ, ഇപ്പോൾ നമ്മളെ കൂടെ ചെയ്യുന്ന ആൾക്കാരോ അല്ലെങ്കിൽ അവരല്ല. നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടുക. നമ്മളാണ് ആ എഗ്രിമെന്റ് വെച്ചിരിക്കുന്ന ഹനുക്ക ഹോമുമായിട്ടാണ്, കൺസ്ട്രക്ഷനുമായിട്ടാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മളുമായിട്ട് സംസാരിക്കുക. അപ്പോൾ ഇതുമായിട്ട് വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ബന്ധപ്പെടാവുന്നതാണ്. നമ്മൾ 2D 3D ഡിസൈനിങ് തൊട്ട് അതിൻ്റെ കംപ്ലീഷൻ വരെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അതിൻ്റെ സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റുള്ള വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.